ജീവിതം ഒരു കാത്തിരിപ്പാണ്. ഒരിക്കൽ എല്ലാം ശരിയാകുമെന്ന കാത്തിരിപ്പ്. ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളിൽ ഒന്നായിരിക്കാം കാത്തിരിപ്പ്. ഒരുപക്ഷെ ഇന്നും ഈ നിമിഷവും നാം ആ വാക്കിന്റെ വിലയറിയുന്നവരായിരിക്കും. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, എത്ര സമയമെന്നോ ദിവസമെന്നോ വർഷമെന്നോ അറിയാതെ കാത്തിരിക്കുന്നവരായിരിക്കും നാമെല്ലാം. ജീവിതത്തിന്റെ ഏതൊക്കെയോ തീരങ്ങളിൽ നാം എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നു. വേർപിരിഞ്ഞു പോയവരെ, പ്രണയിച്ച് നഷ്ടമായവരെ, സ്നേഹം മനസ്സിലാക്കാതെ പോയവരെ, നല്ലൊരു ജീവിതത്തെ. ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം എന്റെ സ്നേഹം മനസ്സിലാക്കി തിരിച്ചു വരും. കാത്തിരിക്കുന്നു. എപ്പോഴൊക്കെയോ കൈവിട്ടുപോയ ജീവിതം വീണ്ടും സന്തോഷപൂർണമാകും. കാത്തിരിക്കുകയാണ്. തന്റെ നല്ല സമയം വരാൻ പോകുകയാണ്. കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുന്നവരുടെ മനസ്സുകൾക്കെല്ലാം ഒരു ചലനാത്മകതയുണ്ട്. ഒരു അടങ്ങാക്കടൽ പോലെ അത് അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും. പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പാണ്. ഒരിക്കൽ എല്ലാം ശരിയാകുമെന്ന കാത്തിരിപ്പ്. ചിലർക്കു വേണ്ടിയുള്ള, ചിലതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പലരുടെയും ജീവിതത്തെയും മുന്നോട്ട് നയിക്കുന്നത്. ഓരോ കാത്തിരിപ്പിനും വിരഹത്തിന്റെ ചൂടുണ്ട്. സംഗമത്തിന്റെ സംഗീതമുണ്ട്. ഓരോ ദിനം കഴിഞ്ഞു പോകുന്നതും, മുടിയിഴകൾ വെളുക്കുന്നതും, ഉടൽ ചുരുങ്ങുന്നതും, ചർമ്മം ചുളിയുന്നതും കാത്തിരിപ്പിന്റെ ഓളങ്ങളോടെ ചിലർ അറിയുന്നില്ല. ചിലപ്പോൾ ഏറെ കൊതിയോടെയാകാം ചില കാത്തിരിപ്പുകൾ. ചിലത് ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് തോന്നലോടെയും. പ്രതീക്ഷകളുടെയും അവസാനം കാത്തിരിപ്പുകളെ വെറുത്തവരും നമ്മളിൽ തന്നെയുണ്ടാകും. എന്നാൽ ഇങ്ങനെ കാത്തിരുന്ന് നിങ്ങൾ ആ കാര്യം നേടിയെടുക്കുമ്പോൾ, ജീവിതം സന്തോഷകരമാകുമ്പോൾ, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ നിമിഷം മുതൽ കാത്തിരിപ്പിന്റെ ഓരോ വേദനയിലും നിങ്ങൾ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങും. ആ ഓരോ നിമിഷവുമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ. പിന്നിട്ട വഴികളിലെ നമ്മെ കുത്തിനോവിച്ച മുള്ളുകൾ അന്നേരം മുതൽ നമുക്ക് പഞ്ഞിക്കെട്ടുകൾ പോലെ അനുഭവപ്പെടാൻ തുടങ്ങും. കയ്പിന്റെ രുചിയുള്ള നാവിൽ മധുരത്തിന്റെ ചെറുതരി ഏറ്റവും നന്നായി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് പോലെയുള്ള ഒന്നാണ് ഓരോ കാത്തിരിപ്പിന്റെയും അവസാനം നമുക്ക് ലഭിക്കുന്നത്. ഓരോ കാത്തിരിപ്പും പ്രതീക്ഷയാണ്, സ്വപ്നമാണ്, സ്നേഹമാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ് തിരികെ വിളിക്കാനുള്ള ഓരോ വിളിക്കും വേണ്ടി. തീർച്ചയായും എല്ലാവരും തിരികെ വരും. നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിലേക്കും, ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പിൽ പരാജയപ്പെട്ടു പോയ സൗഹൃദങ്ങളിലേക്കും, അതുപോലെ പ്രതീക്ഷയുടെ മറ്റൊരു കാത്തിരിപ്പിലേക്കും. ദാമ്പത്യ ജീവിതം എന്നത് എപ്പോഴും ചില വിട്ടുവീഴ്ചകളുടെ കൂടി ആകെ തുകയാണ്. വിവാഹശേഷം എങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവാം എന്നതാണ് ഓരോരുത്തരും അറിയേണ്ടത്. പലരും ഇതിൽ വിജയിക്കുമെങ്കിലും ചിലരെങ്കിലും ഇതിൽ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദാമ്പത്യ വിജയത്തിനു വേണ്ടി പലരും പെടാപ്പാട് പെടുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. ദാമ്പത്യം വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. ബന്ധങ്ങൾ എപ്പോഴും ആരോഗ്യകരം കൂടിയായിരിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് സന്തോഷകരമായ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കുകയുള്ളൂ. പുരുഷന്മാർക്ക് അവരുടെ ദാമ്പത്യ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. സ്ത്രീകളെക്കാൾ കൂടുതലായി പുരുഷന്മാർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നൽകാം. അതിലൊന്നാമത്തെ കാര്യമാണ് തുറന്ന ആശയവിനിമയം. ഏതു കാര്യവും തുറന്ന് സംസാരിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് വിവാഹത്തിന്റെ കാര്യത്തിലും കൃത്യമാണ്. കാരണം എന്താണ് തന്റെ ആശയങ്ങൾ, ചിന്തകൾ, പ്രതീക്ഷകൾ എന്നിവയെക്കുറിച്ച് പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങളുടെ ബന്ധത്തിലും മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുന്നതിനും ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നതിനും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിനും എല്ലാം നിങ്ങൾക്ക് തുറന്ന മനസ്സോടെ സംസാരിക്കുന്നത് നല്ലതാണ്. ഇതിലൂടെ പരസ്പര വിശ്വാസത്തിന്റെ അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു.
ഇതിന് പലപ്പോഴും മുൻകൈ എടുക്കേണ്ടത് സ്ത്രീ പങ്കാളികളെക്കാൾ പുരുഷന്മാർ തന്നെയാണ്. രണ്ടാമത്തെ കാര്യമാണ് വാത്സല്യവും അഭിനന്ദനവും. പങ്കാളിയോട് വാത്സല്യം തോന്നുക എന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നത് തന്നെയാണ് വാത്സല്യവും അഭിനന്ദനവും. പ്രത്യേകിച്ച് തന്റെ പങ്കാളിയോടുള്ള വിലമതിപ്പ് പ്രകടിപ്പിക്കാൻ പുരുഷന്മാർ ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും വേണം. അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരോട് സ്നേഹവും വാത്സല്യവും കാണിക്കുന്നതിനും നിങ്ങൾ സമയം കണ്ടെത്തണം. ഇത് ബന്ധത്തിന്റെ പോസിറ്റിവിറ്റിയും സ്നേഹവും ഊർജവും സന്തോഷവും എല്ലാം നിറക്കുന്നു. ഇത് നിങ്ങളുടെ പങ്കാളിയിൽ തന്നെ ഒരു സന്തോഷവും നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹവും നിറക്കുന്നതിന് സഹായിക്കുന്നു. മൂന്നാമത്തെ കാര്യമാണ് നല്ല ശ്രോതാവായിരിക്കുക. പങ്കാളി പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും അവരെ കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എപ്പോഴും നല്ല ശ്രോതാവായിരിക്കുന്നതിന് ശ്രദ്ധിക്കണം. അവരുടെ കാഴ്ചപ്പാടും ആഗ്രഹങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നല്ലൊരു ദാമ്പത്യ ബന്ധം തുടങ്ങുന്നത് തന്നെ. ഇത് എല്ലാ വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുന്നതിനും ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും നിറക്കുന്നതിനും നിങ്ങളെ സഹായിക്കുന്നു. പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ശ്രദ്ധയോടെ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ശ്രദ്ധിക്കണം. ആവശ്യമെങ്കിൽ അങ്ങോട്ട് ചോദ്യം ചോദിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനും ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യമാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ചില ഭർത്താക്കന്മാർ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാര്യയുടെ ചുമലിലിട്ട് അവർ മാറുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ അത്ര നല്ല പ്രവണതയല്ല ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ബന്ധത്തിൽ ഇരു കൂട്ടർക്കും തുല്യ ഉത്തരവാദിത്തമാണെന്ന് പങ്കാളിയെ ബോധിപ്പിക്കുകയും വേണം. സംഭവിച്ച തെറ്റുകൾ അംഗീകരിക്കുന്നതും തിരുത്താനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. അഞ്ചാമത്തെ കാര്യമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ പരിഹരിക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണം. ഒരിക്കലും പരസ്പരം മിണ്ടാതിരുന്ന പ്രശ്നങ്ങൾ വഷളാക്കുന്നതിന് ശ്രമിക്കരുത്. തങ്ങളുടെ ദാമ്പത്യത്തിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലും പരിഹരിക്കുന്നതിലും പുരുഷന്മാർ എപ്പോഴും മുൻകൈ എടുക്കുന്നത് പ്രശ്നങ്ങൾ വഷളാവാതിരിക്കുന്നതിന് സഹായിക്കുന്നു. സാധ്യമായ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിലും അവ രൂക്ഷമാകുന്നതിനു മുമ്പ് പരിഹരിക്കുന്നതിലൂടെയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുന്നു. ജീവിതം സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നതിന് ഇത് സഹായിക്കുന്നു. ആറാമത്തെ കാര്യമാണ് വിട്ടുവീഴ്ച ചെയ്യുക. പുരുഷനായാലും സ്ത്രീ ആയാലും വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഏതൊരു പൊരുത്തക്കേടും പരിഹരിക്കുന്നതിനു വേണ്ടി പുരുഷന്മാർ വിട്ടുവീഴ്ച ചെയ്യേണ്ടതാണ്. പ്രശ്നങ്ങൾ വഷളാവാതെ നോക്കുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവർ തന്നെയാണ്. ബന്ധത്തിന്റെ പോസിറ്റിവിറ്റിയും ക്രിയാത്മകവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പുരുഷന്മാരുടെ ഇടപെടൽ സഹായിക്കുന്നു. ഇത് പങ്കാളികൾക്കിടയിലുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്നതിന് സഹായിക്കുന്നു.